ഹലോ ഹായ് വെൽക്കം ടു ഷംനാസ് കിച്ചൺ ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു മസാല ദോശയുടെ റെസിപ്പിയുമായിട്ടാണ്. അതും നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസിൽ കിട്ടുന്ന മസാല ദോശയുടെ സെയിം റെസിപ്പിയാണ്. അവിടെ മസാല ദോശയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഇല്ലേ, അതൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് അവരതിൽ ആഡ് ചെയ്യുന്നത്. അതെന്താണെന്ന് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. അതിനാവശ്യമായിട്ടുള്ളത് ഒരു വലിയ സവാള ഞാൻ എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി, 2 പച്ചമുളക്, കുറച്ച് ഇഞ്ചി, പിന്നെ ഒരു കൈപ്പിടി നിറയെ മല്ലിയിലയും എടുത്തിട്ടുണ്ട്. 2 പൊട്ടാറ്റോ നന്നായിട്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ട്, സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു കടായി അടുപ്പിലേക്ക് വെക്കാം. അതിലേക്ക് ഒരു 3 മുതൽ 4 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് ആദ്യം കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് ഉഴുന്നിട്ട് കൊടുക്കാം. ഉഴുന്ന് ഒരു 1.5 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഉഴുന്നും കടുവും നന്നായിട്ടൊന്ന് ഉഴുന്നൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് എടുത്ത് വെച്ചേക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയുടെ ആ പച്ച ചുവയൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം. വഴറ്റിയല്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം എന്നുള്ള രീതി, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഒരുപാട് ഫ്രൈ അല്ല, ഒരു മീഡിയം ഫ്രൈ ആയിട്ട് എടുക്കണം. അതിനാവശ്യമായിട്ടുള്ള ഉപ്പൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇതുവരെ നമ്മൾ സവാള നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളിയും നന്നായിട്ട് ഒന്ന് ഉടച്ചിട്ട് കൊടുക്കണം. നന്നായിട്ട് വെന്തുടഞ്ഞ് വരണം നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും. ഇപ്പോൾ എല്ലാം നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കായപ്പൊടിയാണ് ഇട്ട് കൊടുക്കണം. ഒരു 4-5 പിഞ്ചോളം കായപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും സോട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി മാത്രമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതും ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. ഇനിയാണ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചിക്കൻ മസാല. അതും 100% വെജിറ്റേറിയൻ ആണ് കേട്ടോ ചിക്കൻ മസാല എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ഒരു വലിയ ടേബിൾ സ്പൂൺ ഫുള്ളോട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ മസാലയും കൂടെ അതിനകത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് അത് സോട്ട് ചെയ്തെടുക്കാം. നമ്മുടെ വെജിറ്റേറിയൻകാർക്കും നോൺ വെജിറ്റേറിയൻകാർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മസാല ദോശയാണ് കേട്ടോ. ഇനി നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന പൊട്ടാറ്റോയും കൂടെ എടുത്തിട്ട് കൊടുക്കാം. പൊട്ടാറ്റോ എന്ന് പറഞ്ഞാൽ ഒരു തരി കൂടി കാണാൻ പാടില്ല, നന്നായിട്ട് കൈകൊണ്ട് പൊടിച്ചെടുക്കണം. ഇനി കുറച്ച് ചൂടുവെള്ളം നമുക്ക് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിക്കോണം. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് കുറേശ്ശെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച് ഇതുപോലെ നമുക്കൊന്ന് ഇടയ്ക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ മസാല എല്ലാം നന്നായിട്ട് അതിൽ പിടിച്ച് വരണം. അപ്പം ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കുറച്ചുകൂടെ വെള്ളം നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്തെടുക്കും കേട്ടോ. ലാസ്റ്റ് നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആ മസാലയെല്ലാം അതിലേക്ക് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് ഡ്രൈ ആയി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ഇനി നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന മല്ലിയില ഉണ്ടല്ലോ, ഒരു കൈപ്പിടി നിറയെ മല്ലിയില നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മുടെ മസാല എല്ലാം നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ആവശ്യം. കണ്ടില്ലേ, നന്നായിട്ട് വന്നിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ദോശയുടെ പ്രോസസ്സ് ചെയ്യാം. ഞാനൊരു വലിയ പാന് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ ദോശമാവിന് ആവശ്യം. എൻ്റെ ഒരു വലിയ പാനാണ്, അതുകൊണ്ട് ഞാനൊരു 2 സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് നൈസായിട്ട് ചുറ്റിച്ച് നമ്മൾ അതിൻ്റെ അറ്റം വരെ ഇങ്ങനെ ചുറ്റിച്ചെടുത്തുകൊണ്ടിരിക്കണം. നടുക്ക് വല്ലതും കട്ടിയുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. ഫ്ലെയിം ഒന്ന് നല്ല ആദ്യം ഹൈ ഫ്ലെയിമിൽ വെക്കണം, പിന്നെ ഒന്ന് മീഡിയമിലോട്ട് വെച്ചാൽ മതി. നിങ്ങൾക്ക് ഇവിടെ നെയ്യ് ഒഴിക്കാം, അല്ലെങ്കിൽ നല്ലെണ്ണ ഒഴിക്കാം. ഞാനിവിടെ നല്ലെണ്ണയാണ് ഒഴിക്കുന്നത്. കുട്ടികൾക്ക് ഇവിടെ നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ നല്ലെണ്ണ ഒഴിച്ചത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫ്ലിപ്പ് ചെയ്തിടാം. വേണമെങ്കിൽ ഫ്ലിപ്പ് ചെയ്തിട്ടാൽ മതി, ഇല്ലെങ്കിൽ ഇടണ്ട. ഇവിടെ ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞ ആ ഒരു ടൈപ്പ് ഉണ്ടല്ലോ, അതാണ് അവർക്കിഷ്ടം. ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്ന സമയത്ത് നമുക്ക് മസാല വെച്ച് കൊടുക്കാം. മസാല നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ അടിപൊളി
ഇന്ത്യൻ കോഫി ഹൗസിൽ കിട്ടുന്ന മസാല ദോശ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുട്ടികൾക്ക് ഇതാണ് ഇഷ്ടം. എന്നിട്ട് നന്നായിട്ട് സ്പൂൺ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് തിരിച്ച് മറിച്ച് ഒന്ന് ഇട്ട് കൊടുക്കണം. നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസ് കിട്ടുന്ന സെയിം മസാല ദോശ നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ കോഫി ഹൗസിലൊന്നും പോയി വാങ്ങിക്കേണ്ട, നമുക്ക് വീട്ടിൽ തന്നെ അത് പ്രിപ്പയർ ചെയ്യാവുന്നുള്ളൂ. അതേ ടേസ്റ്റിൽ നല്ല ക്രിസ്പി ദോശ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത്രയും ക്രിസ്പി ആവശ്യമില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം നല്ല ചട്ടി നന്നായിട്ട് ചൂടായി കിടപ്പിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. വെള്ളം ഒന്ന് ചട്ടിയുടെ ആ ഒരു ചൂട് കുറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ടൊരു ടവലോ തുണിയോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തുടച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്ക് 2 സ്പൂണ് ദോശമാവ് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ഇതുപോലെ നന്നായിട്ട് പരത്തിയെടുക്കാം. ആ ഒരു സ്പൂൺ എടുക്കാതെ തന്നെ ഇങ്ങനെ പരത്തിയെടുത്താൽ നമുക്ക് കറക്റ്റ് ആ ഒരു ഷേപ്പിന് തന്നെ നമുക്ക് കിട്ടും. ഞാൻ നേരത്തെ എടുത്തത് നല്ല ക്രിസ്പി ആയിട്ടല്ലേ എടുത്താൽ. നിങ്ങൾക്കിപ്പോൾ ക്രിസ്പി ആവശ്യമില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ. അതിലേക്ക് നിങ്ങൾക്ക് നല്ലെണ്ണയാണോ അല്ലെങ്കിൽ നെയ്യാണോ ഇഷ്ടം, അത് ഏതാണെന്ന് വെച്ചാൽ ഇടുക. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മറിച്ചും തിരിച്ചും ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് മസാല ഇട്ട് നമുക്ക് ഒന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിട്ടാൽ നമ്മുടെ അടിപൊളി ദോശ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ വേണമെന്നുള്ളവർക്ക് ഇങ്ങനത്തെ മസാല ദോശ നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ, അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ഷംനാസ് കിച്ചൺ ആൻഡ് ക്രാഫ്റ്റ്. ബൈ.